നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വന്ദനമ്മ എന്തിനാ കരയുന്നേ? അച്ഛൻ എവിടെ? മോക്കൊന്നുമില്ല. അച്ഛമ്മ എവിടെ? മോളെ, നിനക്ക് എന്താ വേണ്ടേ? മോളുടെ എന്താഗ്രഹവും സാധിച്ചു തരാൻ ഈ രാഖി ആന്റി ഉണ്ട്. എനിക്ക് രാഖി ആന്റി വേണ്ട, അച്ഛൻ മതി. എന്റെ അച്ഛനും അച്ഛമ്മയൊക്കെ എവിടെ വന്ദനമ്മേ? അച്ഛാ, അച്ഛമ്മേ, അച്ഛാ, അച്ഛൻ എവിടെയാ? അച്ഛനും അച്ഛമ്മയൊന്നും ഇനി വരില്ല. അവരെവിടെ പോയി? ഒരു ദൂരയാത്ര പോയിരിക്ക. ദൂരയാത്രയോ? ദിയമോളെ കൂട്ടാതെ അച്ഛനും അച്ഛമ്മ എങ്ങും പോവില്ലല്ലോ. എവിടേക്കാ അവര് പോയത്? വന്ദനമ്മയെങ്കിലും പറ, അവരെവിടേക്കാ പോയത്? വന്ദനമ്മ എന്തിനാ കരയണേ? അവരെവിടേക്കാ പോയത്? അവര് പരലോകത്തേക്ക് പോയി. ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. മിണ്ടാതെ കിടക്കടിയോടെ. മോളെ, അവര് തിരിച്ചു വരും. മോൾക്ക് സമ്മാനങ്ങൾ വാങ്ങിയിട്ട് അച്ഛനും മുത്തശ്ശിയും ഉടനെ തന്നെ തിരിച്ചു വരും. മോള് വിഷമിക്കണ്ട. അവര് തിരിച്ചു വരുമ്പോ ദിയമോൾ ഉറങ്ങിപ്പോയ വന്ദനമ്മ വിളിക്കണം കേട്ടോ. വിളിക്കാം. മിണ്ടാതെ കിടക്കടിയോടെ. കാലൊടിഞ്ഞ് കിടന്നാലും അവളുടെ ഒരു വന്ദനയമ്മ. കൊച്ചു കുട്ടികളോട് ഇങ്ങനെ സംസാരിക്കുന്നത് ശരിയല്ല. കുഞ്ഞിന്റെ മനസ്സിനെ നോവിക്കരുത്. ഞങ്ങളുടെ കുട്ടിയോട് എങ്ങനെ സംസാരിക്കണമെന്ന് ആരും പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ആരുടെ ഉപദേശവും ആവശ്യമില്ല. സാഗറെ, ഇവിടെ കിടന്ന കുട്ടിക്ക് ഒരു സ്വസ്ഥത ഉണ്ടാവില്ല. എത്രയും പെട്ടെന്ന് ഡിസ്ചാർജ് വാങ്ങി ഇവിടുന്ന് പോവാം.
അവരെ ആരെങ്കിലും കെട്ടാൻ തയ്യാറായ ആ പയ്യനും കുടുംബത്തിനും കൂട്ടമരണമാണ് ഫലമെന്ന് ക്രൂരമായ കുത്തുവാക്ക് ഒരിക്കലും ഒരു കൂടപ്പറപ്പന്റെ നാവിൽ നിന്ന് വീഴാൻ പാടില്ലായിരുന്നു. ആഹാ, അപ്പൊ എന്റെ നാവിന്ന് വീണതാണോ കുറ്റം? നാട്ടുകാര് മുഴുവൻ അങ്ങനെയല്ലേ പറഞ്ഞു നടക്കുന്നേ? നാട്ടുകാര് പറഞ്ഞു നടക്കുന്നത് വീട്ടുകാര് പല്ലവിയേക്കാൻ പാടില്ല. നോക്ക്, മൂത്ത ചേച്ചിയായ നിങ്ങൾക്ക് മന്ദനേച്ചയുടെ എന്റെ മനസ്സിലുള്ള സ്ഥാനം പെറ്റമ്മയുടേതാ. പെറ്റമ്മയുടെ സ്ഥാനത്ത് നിന്ന് ആശ്വസിപ്പിച്ചില്ലെങ്കിലും ചങ്ക് പൊട്ടി പോകുന്ന തരത്തിലുള്ള വർത്തമാനം പറയരുത്. ഇതെന്റെ അപേക്ഷയാ. വർഷ പറയുന്നത് ന്യായോ? ഈ സന്ദർഭത്തില് വന്ദനിക്കെന്നല്ല, എല്ലാവർക്കും ആശ്വാസം കൊടുക്കേണ്ട വാക്കുകളാ ഈ നാവിന്ന് വരാനുള്ളത്. എല്ലാവരുടെയും മനസ്സിലെ ഭാരം കുറയ്ക്കാൻ കഴിഞ്ഞാലേ ഒരു കുടുംബത്തിലെ മൂത്ത മകളെന്ന സ്ഥാനത്തിരിക്കാൻ അർഹതയുള്ളൂ. ശരി, സമ്മതിച്ചു. എല്ലാവരുടെയും മനസ്സിന്റെ ഭാരം ഞാനായിട്ട് തന്നെ കുറച്ചോളാം. പക്ഷെ എനിക്ക് ശരിയെന്ന് തോന്നുന്ന ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. ചോദിക്കാം. രജിസ്റ്റർ വിവാഹം മതിയെന്നല്ലേ രാജീവ് സാർ പറഞ്ഞത്? എന്നിട്ടും ലക്ഷങ്ങൾ മുടക്കി ആർഭാടമായി വിവാഹം നടത്താൻ തുനിഞ്ഞത് എന്തിനാ? അതിന് കാരണം അച്ഛന്റെ ദുരഭിമാനമായിരുന്നില്ലേ? എന്നെനിക്ക് തോന്നുന്നില്ല. കോടീശ്വരനും സമൂഹത്തിലെ വലിയ സ്ഥാനമാനങ്ങളുള്ള ആളാ രാജീവ് സാറ്. ആ നിലയ്ക്ക് അയാളുടെ വിവാഹം നടത്തി കൊടുക്കുന്നതിനും വേണം അതിന്റേതായ മര്യാദ. അച്ഛൻ അങ്ങനെ ചിന്തിച്ചത് ദുരഭിമാനം കൊണ്ടല്ല. ഏതൊരച്ഛനും തോന്നുന്ന ആത്മാഭിമാനം കൊണ്ടാ. അക്കാര്യത്തിൽ അച്ഛനെ കുറ്റപ്പെടുത്തരുത്. ഇല്ല, കുറ്റപ്പെടുത്തുന്നില്ല. അത് ഞാൻ സമ്മതിക്കാം. പക്ഷെ കണ്ണടച്ച് തുറക്കും മുമ്പ് ഇതിനൊക്കെ വേണ്ടുന്ന പണം അച്ഛൻ എവിടെ നിന്നുണ്ടാക്കി? എന്താടി മറുപടി ഇല്ലാത്തത്? വാട്ടിപ്പലിശയ്ക്ക് ലക്ഷക്കണക്കിന് തുകയാ കടം എടുത്തിരിക്കുന്നത്. പലിശയും മുതലുമൊക്കെ ആയിട്ടേ അത് കോടിയിലെത്താൻ അധികം നേരമൊന്നും വേണ്ട. കടം എങ്ങനെ വീട്ടിൽ തീർക്കും? അതോടെ പറ കോളേജ് കുമാരി. ഞാനൊരു എടുത്തുചാട്ടക്കാരി, അത്യാഗ്രഹി, പ്രശ്നക്കാരി ഒക്കെ സമ്മതിച്ചു. പക്ഷെ എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ പറയും. വന്ദനയുടെ കല്യാണത്തിന്റെ പേരും പറഞ്ഞ അച്ഛൻ ഈ കാട്ടിക്കൂട്ടിയതൊക്കെ ശുദ്ധ മണ്ടത്തരായിപ്പോയി. നിലയില്ല കയത്തിലേക്കാ കാര്യങ്ങൾ പോകുന്നത്. അറിയാത്ത പിള്ള ചൊറിയുമ്പോ അറിഞ്ഞോളൂ എന്നാ ചൊല്ല്. വിഷമിക്കാതെ വർഷേ. ഈ കല്യാണത്തിന്റെ മറവില് പലതും അടിച്ചു മാറ്റാന്നായിരുന്നു വസന്തേച്ചിയുടെ കണക്കൂട്ടല്. അതൊന്നും നടക്കാത്തതിന്റെ ചുരുക്ക ഇത്. കടം വാങ്ങിയെങ്കിൽ അത് വീട്ടാനുള്ള വഴി അച്ഛൻ മനസ്സിൽ കണ്ടിട്ടുണ്ടാവും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.